ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശുക്രി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും നട്ട്സും ചോക്ലേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ശുക്രി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ്. നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ട് ഉത്സവത്തിന് ജനുവരി 4-ന് കൊടിയേറും. കൊടിയേറ്റത്തിനുള്ള കൊടിമുളയും അന്നക്കൊടിക്കുള്ള മുളയും വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തിച്ചു. നിലമ്പൂർ വീരാടൂർ കുന്നിലെ മേലേത്തൊടി പ്രഭാകരൻ നെടുങ്ങാടിയുടെ പറമ്പിൽ നിന്ന് 92 കമ്പുള്ള മുളയാണ് മുളങ്കൂട്ടത്തിൽ നിന്നും മുറിച്ചെടുത്തത്. 4-ന് പുലർച്ചെ കൊടിമുള ഉയർത്തും. സർവാണി സദ്യ ഉണ്ടെന്ന് സൂചന നൽകി അന്നക്കൊടിയും സ്ഥാപിക്കും. 35 വർഷമായി നിലമ്പൂർ കോവിലകം കളമ്പാട്ടുത്സവത്തിന് കൊടിയേറ്റുന്നതിന് തന്റെ പറമ്പിൽ നിന്ന് മുള നൽകാൻ കഴിഞ്ഞതിലുള്ള ആത്മനിർവൃതിയിലാണ് പ്രഭാകരൻ നെടുങ്ങാടി. നിലമ്പൂർ കോവിലകം വക വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് കൊടിമുള 35-ാമത്തെ വർഷമാണ് എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഞാൻ ഇത് ആനമറയിൽ ജോലി ചെയ്യുമ്പോൾ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് മുളപ്പിച്ച് ഉണ്ടാക്കിയ മുളങ്കൂട്ടത്തിൽ നിന്നാണ്. പിന്നെ ഈ മുളങ്കൂട്ടം ഞാൻ അമ്പലങ്ങളിലേക്ക് മാത്രമാണ് കൊടുക്കാറുള്ള കൊടിമുള. എന്നാൽ 5 അമ്പലങ്ങളിലേക്ക് എല്ലാ വർഷവും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള. 35 വർഷം മുമ്പ് വഴിക്കടവ് ആനമറയിൽ KSEBയിൽ ജോലി ചെയ്യുമ്പോൾ കൊണ്ടുവന്ന മുളയരിയിട്ടാണ് മുള നട്ടുപിടിപ്പിച്ചത്. കോവിലകത്തെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് പുറമെ മറ്റ് 4 ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കൊടിയേറ്റാനും ഈ മുളങ്കൂട്ടത്തിൽ നിന്നാണ് മുളകൾ നൽകുന്നത്. ഉയരം കൂടുതൽ ലഭിക്കുന്നതിന് പാകമായ വിത്തുകൾ ഇട്ടാണ് മുളപ്പിച്ചത്. മുൻപ് 101 കമ്പുള്ള മുളകൾ ആദിവാസികൾ വാത്തിൽ നിന്നും മുറിച്ചു കൊണ്ടുവരികയായിരുന്നു പതിവ്. 7-ന് നടക്കുന്ന വലിയ കളമ്പാട്ട് ദിവസം ഉച്ചയ്ക്ക് 10,000 പങ്കെടുക്കുന്ന സർവാണി സദ്യ നടക്കും. 8-ന് പാലും വെള്ളരിയും. അന്ന് രാത്രി ക്ഷേത്രത്തിൽ 12,000 നാളികേരമെറിയും. 9-ന് അയ്യപ്പൻ കളംപാട്ടോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.